ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നമ്മച്ചേട്ടത്തി സ്പെഷ്യൽ 2.0യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സമയം ഇപ്പം 7:15 ആയിട്ടുണ്ട്. ആരും എണ്ണീറ്റിട്ടില്ല. അമ്മച്ചി എണ്ണീറ്റില്ല, അജയ് മോൻ എണ്ണീറ്റിട്ടില്ല, ഇച്ചാനും എണ്ണീറ്റിട്ടില്ല. പ്രത്യേകിച്ച് തണുപ്പായതുകൊണ്ട് അമ്മച്ചി കുറച്ച് വൈകിയേ എണ്ണീക്കത്തുള്ളൂ. അപ്പം ഇന്ന് നമ്മുടെ ഹോം ടൂർ ഞാൻ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിക്കാം. കാരണം ഈ വർഷം ഡിസംബർ 31 ലാസ്റ്റത്തെ ദിവസമാണ്. ഇനിയും ഒരു പുതിയ വർഷമാണ്. അത് ആശംസിക്കുകയാണ് എല്ലാവർക്കും. പിന്നെ എന്താ പറയുക, ഇത്രയും കാലവും എന്താ പറയുക, എല്ലാ അമ്മച്ചിയെ സ്നേഹിച്ച, ഞങ്ങളെ സ്നേഹിച്ച എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. അപ്പം നമുക്ക് നമ്മുടെ വീട് കാണിക്കാം. അമ്മച്ചി ഉറങ്ങുകയാണ്. അവിടെ ഇത്തിരി സൗണ്ട് കുറച്ചേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യം വാതിൽ തുറക്കാം. വാതിൽ തുറന്നിട്ട് പാലും പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കാം. ഓക്കെ, നിർത്തും. ഇന്നെന്തായാലും തണുപ്പിത്തിരി കുറവുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വെയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ തുറക്കുമ്പോഴത്തേനും മഞ്ഞൊക്കെ ഇതാവേണ്ടതാണ്. ഇന്നലെ വൈകിട്ടും കുറച്ച് തണുപ്പ് കുറവായിരുന്നു. തണുപ്പുണ്ട്, എന്നാലും ഒരു ചെറിയൊരു മഞ്ഞിൻ്റെ ഒരു ചെറിയതും കാണുന്നുണ്ട്. പക്ഷെ ഇന്നലെയൊക്കെ നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് തണുപ്പ് കുറവായിരുന്നു. രാത്രിയിൽ നല്ല തണുപ്പ് കുറവായിരുന്നു. എന്നാലും എനിക്ക് ശ്വാസം മുട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും തണുപ്പ് ഭയങ്കര പാടാണ്. അപ്പോൾ അമ്മച്ചി ഏതാണെന്ന് ഉറങ്ങുന്നത് കാണിച്ചു തരും. പാവം, ഞാൻ ഉറങ്ങുന്നത് വീഡിയോ പിടിച്ച് കാശാക്കുവാന്നൊന്നും ചോദിച്ചാൽ തീർന്നു. പേപ്പർ വെച്ചോട്ടെ. നേരം വെളുത്ത് ആണോ? തണുപ്പുണ്ടോ? ഒരുപാട് ഉണ്ട്. അജയകണ്ഠൻ്റെ കൂട്ടുകാരനെ കണ്ട ഉടുപ്പിൽ ഇത്രയൊക്കെ ഇടിയിൽ വെച്ച് ഇതിനെ കൂട്ടിയാണ് കിടക്കുന്നത്. അമ്മച്ചിൻ്റെ തണുപ്പായതുകൊണ്ട് കുറച്ച് നേരം കിടന്ന് തുടങ്ങിക്കോട്ടെ. നമുക്ക് ചായയല്ല, ഞാൻ വെള്ളം ചൂടാക്കും. കലത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കും. വെള്ളം ചൂടാക്കിയിട്ട് ഈ തണുപ്പിന് എല്ലാവർക്കും വെള്ളം വേണം, ചൂടുവെള്ളം വേണം. ഇച്ചാൻ ഒഴികെ ബാക്കി എല്ലാവരും, അജയ്മോനും ഒഴികെ ബാക്കി എല്ലാവരും ചൂടുവെള്ളം കുടിക്കും. ഞാനും അമ്മച്ചി. പിന്നെ അനീറ്റിയുടെ മോൾ ഇവിടെയുണ്ട്. അവളിവിടെ നീറ്റ് പഠിക്കുകയാണ്. അപ്പം അവളെ ഞാൻ രാവിലെ വിളിച്ച് പോയി എണ്ണിപ്പിച്ചു. കാരണം ഇന്നലെ 2 മണിക്കാണ് അവൾ കിടന്നത്. നമുക്ക് മെയിൽ പരീക്ഷയാണല്ലോ, അപ്പോൾ പഠിക്കുമായിരുന്നു. അപ്പം ഞാൻ അവളെ പോയി രാവിലെ വിളിച്ച് വെക്കിയതാ. കഷ്ടം, പാവമുണ്ട്, സാരമില്ല. എന്നാലും ഈ വർഷം എനിക്ക് ലാസ്റ്റിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ലാസ്റ്റിലത്തെ ദിവസം, കാരണം ഡിസംബർ 31 ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. ലേറ്റ് ആയിട്ട് ഞാൻ വെള്ളം ചൂടാക്കാനെ കൊണ്ട് അടപ്പത്ത് വയ്ക്കാം. തിളക്കട്ടെ. വെള്ളം തിളക്കുമ്പോഴത്തേന് വേറൊരാൾ കിടന്നുറങ്ങുന്നത് ഞാൻ കാണിച്ചതാണ്. പിന്നെ ജലദോഷമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ജലദോഷവും ചുമയും തുമ്മലും ഒക്കെ ആയിരുന്നു 2 ആഴ്ച. അതുകൊണ്ട് ഇത്തിരി വെള്ളം ചൂടായി കഴിയുമ്പോൾ ഒരു ചൂടുവെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ടേ കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ ഒക്കെ കുടിക്കത്തുള്ളൂ. അമ്മച്ചി എണ്ണീറ്റ് വരുന്ന പല്ല് തേച്ച് കഴിഞ്ഞ ഉടനെ അമ്മച്ചി ഒരു ഗ്ലാസ് കട്ടൻ ചായ വേണം. പിന്നെ ഇച്ചാനും അതുപോലെ കട്ടൻ ചായ വേണം. എനിക്ക് കട്ടൻ കാപ്പി. ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം കട്ടൻ കാപ്പിയൊക്കെ പൊടിയൊക്കെ കാപ്പി പൊടിക്കകത്ത് കുറച്ച് ഉലുവായും കുറച്ച് ചെറുജീരകവും പിന്നെ ഏലക്കായും ഇതൊക്കെ അങ്ങോട്ട് നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ട് ഈ കാപ്പി പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പം നല്ല രസമായിരിക്കും കാപ്പി കുടിക്കാൻ. ഞാൻ അങ്ങനെ ഒരു കാപ്പി കുടിക്കും. വൈച്ചാനെ ഒന്ന് കാണിച്ചു തരാം.
കാരണം ഈ തണുപ്പായതുകൊണ്ട് തലയിൽ കൂടെ ഒക്കെ തുണി ആ കമ്പിളിയൊക്കെ ഇട്ട് പുതച്ച് മൂടി കിടന്നുറങ്ങാണ്. കാരണം 7:30 ആയിട്ട് ഈ മനുഷ്യൻ എണ്ണിക്കണമെന്നില്ല. എന്നും രാവിലെ എണീക്കുന്നതിനോട് രാവിലെ പറഞ്ഞ എന്താണെന്നറിയാം, വെളുപ്പിനെ 5:30. പിന്നെ ഇന്ന് ഈ വർഷം ലാസ്റ്റ് ദിവസം, അതുകൊണ്ട് ഈ വർഷം ഇനി കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത്തിരി താമസം എണീക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങളുടെ ഡൈനിങ് ടേബിളൊക്കെയാണ്. അമ്മച്ചിയുടെ ഭാഗത്തേക്ക് ഞാൻ തുറന്നിട്ടേക്കാം. അമ്മച്ചി കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. എനിക്ക് പേടിയാ. ഞങ്ങൾക്ക് പള്ളിയിൽ 31 പിന്നെ 1 പള്ളി പെരുന്നാളാണ്. ഇന്ന് 25 മുതൽ ഫ്ലവർ ഷോയും കാര്യങ്ങളും ഞങ്ങളുടെ നടവയൽ ഫെസ്റ്റിവലായിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോകും. അമ്മച്ചി വരും തോന്നുന്നില്ല, അണ്ണച്ചായനും വരും തോന്നുന്നില്ല. കാരണം അമ്മച്ചിക്ക് കൂട്ടിച്ചാനിരിക്കണം. അമ്മച്ചി ഒറ്റയ്ക്ക് നമുക്ക് വീട്ടിലെത്തിയിട്ട് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോകും. പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് ഒരു ഗാനമേളയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഒരു 10-12 മണിയാകുമ്പോഴേ വരാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക രാവിലത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മുടെ ഹോം ടൂർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഞാനൊരു ചക്കലും കപ്പ, ഉണക്കക്കപ്പ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുക്കളയൊക്കെ. കുറച്ച് ദിവസമായിട്ട് ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് വലിയ പണികളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ഇപ്പം തന്നെ നമുക്ക് ആ തണുപ്പിൻ്റെ ആ ഒരു ഇതേ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കൂടി തുറന്നിട്ട് ഓക്കെ നിങ്ങൾ കണ്ടത് താക്കോല് ഒക്കെ തുറന്നു. നമ്മുടെ അതിഥികളെ നോക്കിയിട്ട് വരാം. അതിഥികളെ ഒന്ന് നോക്കണം. പിന്നെ അച്ചാറിടുന്നതും ഒക്കെ അതൊക്കെ എപ്പോഴും കാണിച്ചിട്ടുള്ളതല്ലേ. ഒക്കെ അച്ചാറിടുന്നതൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. അപ്പം അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം നാളെ 2-ാം തീയതി തൊട്ടേ ഉള്ളൂ ഇനി അച്ചാറിൻ്റെ പണിയൊക്കെ. ഇതെല്ലാവർക്കും ന്യൂ ഇയർ പ്രമാണിച്ച് അവധി കൊടുത്തിരിക്കുക. എനിക്കിവിടെ കൊണ്ട് 2 പുതിയ അതിഥികളുണ്ട്. ഞാൻ അവരെ ഒന്ന് തുറന്നു നോക്കട്ടെ കേട്ടോ. ഹലോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവരെയൊക്കെ ഇങ്ങനെ വളർത്താൻ. കണ്ടോ? ഹലോ ഹലോ ഹലോ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എൻ്റെ തീറ്റ തിന്നാൻ വേണ്ടി കിടന്ന് ബഹളം വയ്ക്കുക. രാത്രി ഞാൻ ആ പാത്രം നിറയെ തീറ്റ ഇട്ട് കൊടുത്തിട്ട് പോയതാ. കണ്ടോ? ഇവർ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ് 16 ദിവസം ആകുമ്പോൾ ഇവർ മുട്ട ഇടുവന്നേ. പക്ഷേ ഇപ്പോൾ എത്ര ദിവസമായെന്ന് ഞാൻ എന്നും നോക്കിയിട്ടില്ല. മുട്ട ഇട്ടില്ലല്ലാണ് ഞാൻ ഇവരുമായിട്ട് പിടങ്ങാൻ പോകുന്നത്. കേട്ടോ കേട്ടോ, ബഹളം ഭയങ്കര ബഹളം. അതൊരു ഇന്നത്തെ ദിവസം ഒന്നും കണ്ടിട്ടില്ലാത്ത പോലെയുള്ള ബഹളമാണേ. രാത്രി മൊത്തം ആ പാത്രം നിറയെ തീറ്റ ഉണ്ടായിരുന്നു. ലൈറ്റ് വെട്ടം ഉണ്ടായിരുന്നു. ഞാൻ ലൈറ്റ് ഓഫാക്കിയിട്ട് ഇറങ്ങി വന്നത്. ഒരു മത്സരം. പണ്ട് എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിവരെ ഒഴിവാക്കി, വളർത്തുന്നില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ, എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വഴക്കുണ്ടാവാതെ എല്ലാവരും ഒത്തൊരുമയോടെ കഴിക്കൂ. അമ്മൂസിന് ഞാൻ ഇവിടെ വന്നപ്പോൾ അമ്മൂസിന് ഞാൻ റൂമൊക്കെ ഫിറ്റ് ഇതാക്കി കൊടുത്താ. കണ്ടില്ലേ, ഇങ്ങനെ പഠിക്കാൻ കുറേ കഷ്ടം. പാപം പഠിത്തത്തോടെ പഠിത്തമാണ്. അങ്ങനെയെങ്കിലും അവൾക്ക് MBBS ആവണമെന്നാണ് അവിടെ ആഗ്രഹം. അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അവൾക്ക് അനിയത്തിക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ. അപ്പോൾ ഒരു 8-9 മാസമായിട്ട് അവൾ ഇവിടെയാണിപ്പം, എൻ്റെ കൂടെയാണ്. ഇവിടെ ഞാൻ നമ്മുടെ വയനാട് ടാലൻറ്റിലാണ് നീറ്റിന് ചേർന്നിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഫോറൻസിക് പ്രൈവറ്റായിട്ട് എഴുതിയിരുന്നു. അത് സാർമാർ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ അവർക്ക് അത് പ്രൈവറ്റിൻ്റെ ഇതായിട്ട് ഫോറൻസിക് കിട്ടി. അങ്ങനെ എൻ്റെ കൊച്ചിങ്ങനെ പതിയെ പഠിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പം എന്താ പറയുക, എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ വേണം. 2026 ഒരു നല്ല സന്തോഷ വാർത്തകൾ കേൾക്കാൻ എല്ലാവരുടെയും, അമ്മച്ചിയുടെ എല്ലാ മക്കളുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പം പതിയെ വെയിലേക്ക് വരുന്നുണ്ട്. അപ്പുറത്തെ ഷായിച്ചേട്ടൻ പത്രമൊക്കെ വായിച്ചോണ്ടിരിക്കുന്നു. ഇനി ഞാൻ മുകളിലൊക്കെ കൊണ്ട് കാണിക്കാം.
ഞാനത് വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ടെ അത് നിർത്തിയൊക്കെ വെച്ചിട്ട് പോകാം. പിഞ്ചേസിനെ ഞാൻ വളർത്താൻ തുടങ്ങി വാങ്ങിച്ചു. ആദ്യം വാങ്ങി 6 എണ്ണത്തിനെ വാങ്ങി 3 എണ്ണത്തിനെ പാമ്പ് പിടിച്ചു. 3 എണ്ണം തന്നെ ചത്തുപോയി. അത് കഴിഞ്ഞ് എനിക്ക് ഇവരോടുള്ള അഗാധമായ സ്നേഹം കൊണ്ട് വീണ്ടും വാങ്ങി വീണ്ടും പാമ്പ് പിടിച്ചു. ആ പാമ്പിനകത്ത് കലത്തിനകത്ത് ഞാൻ പോയി കൈ ഇട്ടു. പാമ്പെൻ്റെ കാര്യത്തിന് തീരുമാനം ആക്കിയില്ല. കാരണം പാമ്പ് അത് വിഴുകിയിരുന്നത് കൊണ്ട് എന്നെ ഒന്നും ചെയ്തില്ല. ഈ ഹോളിനകത്തൂടെ എങ്ങനെ പാമ്പ് കയറിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വീണ്ടും എൻ്റെ ആഗ്രഹം മൂത്തിട്ട് വീണ്ടും ഞാൻ 4 വരെ വാങ്ങിച്ചു. ഇന്നലെ താഴെ ഒരെണ്ണം ചത്തു. എനിക്ക് അറിഞ്ഞുകൂടാ ഇവരെന്തുകൊണ്ടാണ് ചാവുന്നത്. ഞാൻ ദിവസവും വെള്ളം മാറ്റുന്നുണ്ട്, തീറ്റ എല്ലാം ഞാൻ നല്ലവണ്ണം ക്ലിയറായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയത്തില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. ഇനി നിങ്ങൾ വേണം തലമുറകളെ സൃഷ്ടിക്കാൻ കേട്ടോ. എവിടാ എന്തിനിത്ര പേടി? എന്തിനാ പേടിക്കുന്നേ? അതാണ്. പിന്നെ ഇന്നലെ ഞാൻ ഇതൊക്കെ ടയറിൽ ചെടികളൊക്കെ വെച്ചതാണ് കേട്ടോ. എൻ്റെ കഷ്ടപ്പാട് ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാം. ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ. മുറ്റമൊക്കെ ക്ലിയർ ആക്കിയിട്ട് ചെടികളൊക്കെ കൊണ്ട് വരുന്നതേ ഉള്ളൂ. മുകളിലും ചെടികളൊക്കെ പോയി. കാരണം എനിക്ക് നടുവിന് വേദനയായിട്ട് കുറേ നാളായിട്ട് മുകളിലോട്ടൊക്കെ കയറി ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എല്ലാം ഇതുണ്ടോ മണിമുല്ല. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിങ്ങനെ പടർത്തുക. വീട്ടിലെ മണിമുല്ല കണ്ടിരുന്നെങ്കിൽ ഇവരോട് ഈ അമ്മു നാട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാ നീ പോയിട്ട് ആ മണിമുല്ലയുടെ ഫോട്ടോ ഒന്ന് എടുത്തുകൊണ്ടോ. അത്ര പൂവായിരുന്നു ഈ വർഷം. വീടിൻ്റെ മുകളും വെള്ളത്തിൻ്റെ ടാങ്കും എല്ലാം നല്ല ഇതായിരുന്നു. ഇടി അമ്മ ഫോട്ടോ ഉണ്ടോടി? അതൊന്ന് കയറ്റി കൊടുക്കൂടി ഇതിനകത്ത്. കാരണം എന്ത് രസമായിരുന്നു എന്നറിയാം പൂ കാണാനേ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആക്കുകയാണ്. പക്ഷേ ചെറുതായി ആവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ട് പടർന്നൊക്കെ ഇതായിട്ടേ ആവത്തുള്ളൂ എന്ന് തോന്നുന്നു. എന്നാ രസമാണെന്ന് അറിയാം വീട്ടിൽ. എനിക്കിത് കണ്ടിട്ട് കൊതിയായിട്ട് ഞാൻ കൊണ്ടുവന്നു. കാരണം കുറച്ചും കൂടെ നന്നായിട്ട് ഇതാവണം എന്ന് വെച്ചാൽ പിന്നെ കാലാവസ്ഥയുടെ ഉണ്ടാവുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ വീട്ടിലെ മണിമുല്ല അടിപൊളി. എന്ത് രസമെന്നറിയാം പൂ കാണാൻ. കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. നമുക്കിനി മുകളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് മുകളിലും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക, എന്താ വീഡിയോ ചെയ്യേണ്ടതെന്നൊന്നും അമ്മച്ചി കൂടെ ഇല്ലെങ്കിൽ ഒരു ബലം കുറവാണ് എന്തെങ്കിലും ചെയ്യാനൊക്കെ. എന്താ പറയുക, അമ്മയുള്ളപ്പോൾ അമ്മയുടെ കൂടെ ഇരുന്ന് പറയുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അമ്മച്ചിക്ക് ഇങ്ങനെ വയ്യാത്തത് കൊണ്ടൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ വീഡിയോയൊന്നും എടുക്കാത്തത്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ അമ്മ വെയിലാകുമ്പോഴത്തേന് ഇവിടെയൊക്കെ വന്ന് കുറച്ച് നേരം ഇരിക്കും, കുറച്ച് നേരം നടക്കും പതിയെ, അങ്ങനെയൊക്കെ അങ്ങ് പോവാണ്. അപ്പം അതുകൊണ്ട് കുക്കിംഗ് വീഡിയോകളൊക്കെ ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. ഒന്ന് ചെയ്യാനാണെങ്കിലും സമയം കിട്ടുന്നില്ല. അച്ചാറിൻ്റെ പണിയുണ്ടാവും, പിന്നെ അത് പാക്ക് ചെയ്യണം, ഉണ്ടാക്കുന്ന അച്ചാറുകൾ പാക്ക് ചെയ്യണം, അതിങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി ആൾ വരുമ്പോഴത്തേനത് എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി കൊടുത്തു വിടണം. അങ്ങനെയൊക്കെ തിരക്കുകൾ കൊണ്ട് നമുക്ക് വീഡിയോകൾ എടുക്കാനും പാടാണ്, ടൈമും ഇല്ല. പിന്നെ ആരും എഡിറ്റ് ചെയ്യാനില്ല. ഇവള് രാവിലെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഇവള് വൈകിട്ടേ വരുള്ളൂ. 7 മണിക്ക് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 6:30 വീട്ടിലെത്തുമ്പോൾ. പിന്നെ ഇതിനിടയ്ക്ക് എവിടെയാണ് സമയം? പിന്നെ ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ ഒക്കെ അവധി ആയതുകൊണ്ട്, ഇന്നലെ ഇന്നൊക്കെ അവധി ആയതുകൊണ്ട് ഒരെണ്ണം എടുത്തേക്കാമെന്ന് വിചാരിച്ചതാണ്. ഇനി അമ്മയൊക്കെ എണീക്കുമ്പോൾ ചായയൊക്കെ ഇതാക്കുമ്പോൾ അമ്മച്ചിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ന്യൂ ഇയറിൻ്റെയും ഈ വർഷത്തെ ലാസ്റ്റത്തെ ദിവസത്തിലെ വിശേഷങ്ങളും ഒക്കെ പറയും. മീൻ അമ്മച്ചി കറി വെക്കുന്ന പുളിയുരുക്കി കറി വെക്കുന്ന പോലെ കറി വെച്ചിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കപ്പയാണ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മ എണീറ്റ് വരുമ്പം ചായയൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് 9:30 കഴിയും. പക്ഷേ ഇപ്പോൾ ആൾ 10:30 ഭക്ഷണം കഴിക്കുമ്പം. കുർബാനയുണ്ട്, പിന്നെ ടി വിയിൽ കുർബാനയുണ്ട് ടി വിയിൽ. അപ്പം അത് 9:30 തുടങ്ങും, 10:30 കഴിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി കഴിക്കത്തില്ല. അപ്പോൾ ഒരാളവിടെ എണ്ണീറ്റിട്ടുണ്ട്. ജലദോഷമാണ്, എല്ലാവർക്കും ജലദോഷമാണ് ഈ വർഷം. ഇന്നുകൊണ്ട് ജലദോഷമൊക്കെ മാറണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഒരു കാപ്പി എടുക്കാം.
എനിക്ക് കാപ്പിപ്പൊടിയാണേ, എനിക്ക് കട്ടൻ കാപ്പിയാണ്. അപ്പേ ഗുഡ് മോർണിംഗ്. ഞാനേ ഇങ്ങോട്ട് വാ. അറിയുന്നില്ല പുള്ളിയൊക്കെ ദൈവമേ ഇന്ന് എന്താണ് ഇത്ര സ്നേഹത്തോടെ വിളി? എന്നും ഇല്ലാത്ത പതിവ്, എന്നില്ലാത്തൊരു പതിവ് വിളിയെന്ന് ലൈഫിലല്ല അങ്ങനല്ലേ. ഇങ്ങനെയാണ് കാപ്പി ഇടുന്നത്. ഞാൻ ഇങ്ങനെയാണ് കാപ്പി ഇടുന്നത്. അമ്മ ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിക്കുക ഇങ്ങനെയാണോ എല്ലാവരും കാപ്പി ഇടുന്നത്? അവൻ ആവശ്യക്കാർക്ക് മാത്രം എടുത്താൽ പോരെ. എന്തിനാ ഒരുപാട് ഇട്ട് വെക്കുന്നത്? എന്തിനായിട്ട് വെക്കുന്നത്? എനിക്ക് മനെ വെള്ളം തിളക്കട്ടെ. അപ്പം എനിക്ക് ഇത്തിരി പഞ്ചസാരയൊക്കെ കുറച്ച് മതി. നമ്മളെ കാപ്പി വെള്ളം തിളച്ചിരിക്കുന്നു. കണ്ടോ, രാവിലെ നമ്മൾ വെള്ളം വെച്ചു. വെള്ളം തിളച്ചിരിക്കുന്നു. മനുഷ്യ ഗുഡ് മോർണിംഗ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. 2025 ഏറ്റവും അവസാനത്തെ ദിവസമായിട്ടല്ലോ. അവസാനത്തെ കാപ്പിയാണ്. അങ്ങനെയല്ല, അവസാനത്തെ കാപ്പിയല്ല, അവസാന ദിവസത്തെ കാപ്പി. അവസാനത്തെ ദിവസത്തെ കട്ടൻ ചായ. ഇത് നീ കുറച്ച് കഴിയുമ്പോൾ എന്നോട് ചോദിക്കരുത്. പക്ഷെ രാവിലെ എനിക്ക് കട്ടൻ കാപ്പിയാണ് കുടിക്കണ്ടല്ലേ, കട്ടൻ ചായ അല്ല. നീ കട്ടൻ കാപ്പി കുടിക്കും, ഞാൻ കട്ടൻ ചായ കുടിക്കും. അതെ, ഞങ്ങളെ ഒരു സംഭവം ഇതാക്കി. നിങ്ങൾ മൂടിപ്പൊച്ച് കിടക്കുന്നില്ല, നാട്ടുകാർ കാണും. തല പോലും കാണത്തില്ല. തലപോലെ ഇങ്ങനെ എങ്ങനെ മൂടിപ്പൊച്ച് കിടക്കണം മനുഷ്യ? ശ്വാസം മുട്ടത്തില്ലയോ? എനിക്ക് ശ്വാസം മുട്ടും. പക്ഷെ പപ്പ പറയുന്നത് ഞാൻ തലയ്ക്ക് ഇതിട്ട് കിടക്കുന്നതാണ്, കമ്പിളിയൊക്കെ ഇട്ട് പുറച്ച് കിടക്കുന്നത്. എനിക്ക് ഓർക്കുന്നില്ല കേട്ടോ, ഞാൻ ഓർക്കുന്നില്ല. അയ്യോ, ഇനി കാപ്പി കുടിക്കാം. എണ്ണിച്ച് കട്ടിലെ തന്നെ ഇരുന്ന് കുറേ നേരം കൊന്തയൊക്കെ ചെല്ലും. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ടേ പല്ല് തേക്കാൻ എണ്ണിച്ച് വരുത്തുള്ളൂ. അപ്പം ഞാൻ കാപ്പി കുടിക്കും കേട്ടോ. നല്ല അടിപൊളി കാപ്പി, വയനാടൻ കാപ്പി. അടിപൊളി. ഈ തടപ്പത്തൊരു കാപ്പി. അമ്മൂന്. ഓക്കെ, കുരിശ് വയ്ക്കുക, പ്രാർത്ഥിക്കുക. അല്ലാതെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു. ഗുഡ് മോർണിംഗ്. ഉറങ്ങി എണ്ണിച്ച് കുറച്ച് ഷാളൊക്കെ ഇട്ട് പതിച്ചിരിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നാ കട്ടൻ ചായ. എന്തേ ഇന്ന് ഡിസംബർ 31 ഇന്ന് ലാസ്റ്റത്തെ, ഈ വർഷത്തെ ലാസ്റ്റ് ദിവസമാണ്. ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമോ? എന്താ ഇപ്പം പറയാ, എല്ലാ കൊല്ലം അങ്ങനെ ഓരോളാണ്. ഡിസംബർ വരും പോവും അങ്ങനെ. അതുപോലെ തന്നെ ഇത് പ്രാവശ്യം വന്നു പോകുന്നു. പൊന്നു അല്ല, പൊന്നും പറവഴിയാണ് അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ കൊല്ലം വന്നു മക്കളെ. ഒന്നും പറയാൻ പറ്റുന്നില്ല. ഈ പുതിയ വർഷം ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലേ അമ്മേ? കാരണം ഈ 2025 ഒരുപാട് ദൈവം അനുഗ്രഹിച്ച് നമ്മളെ ഇത്രത്തോളം നടത്തി, അല്ലേ? അപ്പോൾ കട്ടച്ചായൊക്കെ കുടിച്ചിരിക്കെ. കട്ടച്ചായ കഴിഞ്ഞിട്ട് ഇനി ഒരു ചായ ഉണ്ട് കേട്ടോ, പാൽ ചായ. എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ബിസ്ക്കറ്റോ റസ്കോ എന്തെങ്കിലും കഴിച്ച് ഒരു 3 ഗുളിക സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങും. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് ഗുളികകളായിരിക്കും. കൊച്ചു ഭവന ചെടികളെല്ലാം പോയി, എൻ്റെ മാമ്പൂവും എല്ലാം പോയി. കാരണം നടുവയ്യാതെ കിടന്ന സമയത്ത് വെള്ളമൊഴിക്കലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ചെടി ഇപ്പം പോയി.
ചെടികളെല്ലാം പോയി ഇപ്പോൾ ഒന്നുമില്ല. ഞാൻ ആ മണിമുല്ല ഇങ്ങനെ കയറ്റി വിടാൻ വേണ്ടി നോക്കുകയാണ് ഇങ്ങോട്ട്. മുകളിലത്തെ റൂമുകൾ, മുകളിലത്തെ ചെറിയൊരു മുകളിലത്തെ റൂമുണ്ട്. ആ വീട്ടിലെ മോള് ആ റൂമിലാണ് കിടക്കുന്നത്. കാരണം അവർക്ക് വീടിൻ്റെ പണിയാണ്. അന്നേരം അതുകൊണ്ട് അവൾ രാത്രിയിൽ വന്നിട്ട് ഇവിടെയാണ് കിടക്കുന്നത്. അവൾ ആ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇത് മുകളിലത്തെ റൂമിൻ്റെ എന്താ പറയുക, ഹാളോ ഒരു ഹാള് പോലെ പറയാം. അല്ല, എൻ്റെ അക്കോറിയൊക്കെ കണ്ട ഞാൻ വയ്യാതെ പറ്റാതെ വന്നിട്ട് പോലും ഞാൻ എന്താ പറയുക അത്രയും മെയിൻറ്റെയിൻസ് ചെയ്താണ് റൂം എല്ലാം ക്ലീൻ ചെയ്ത് ആരെങ്കിലും ഒന്ന് ഗസ്റ്റുകളൊക്കെ വന്നാൽ ഒന്ന് കിടക്കാനും ഒക്കെ ആക്കി ഇടുന്നത്. അത്രയും പറ്റാതായിപ്പോയായിരുന്നു കുറച്ച് ദിവസം എനിക്ക് വയ്യാതെ. അപ്പം എന്നാലും ഞാൻ ക്ലീനൊക്കെ ഇടും. ഇതൊക്കെ എൻ്റെ സൃഷ്ടികളാണ് കേട്ടോ. ഇതിനകത്തിൽ മെഴുകുതിരിയായിരുന്നു. അതിനകത്തിൽ ഞാൻ മണി പ്ലാന്റൊക്കെ വെച്ചിട്ട് കല്ലൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. പിന്നെ ഞാൻ ഒരു അമ്മച്ചിയുടെ പൊട്ടിയ ഒരു എന്തായിരുന്നു ഭരണി അതെടുത്തുകൊണ്ട് ഞാൻ അതിനകത്തൊരു ചെടിയാക്കി. ഇത് നമ്മുടെ കൈ കഴുകുന്ന സിങ്കിൻ്റെ അവിടെയൊക്കെ ഞാൻ ചെടി എനിക്ക് ഭയങ്കര ക്രൈസാണ്. നമ്മുടെ ചെറിയൊരു കിച്ചൺ. പിന്നെ മോളെനിക്ക് വാക്കിംഗ് മെഷീനൊക്കെ അവിടുന്ന് കൊടുത്തു വിട്ടു. അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പൊടിയടിക്കാം. കാരണം ഈ അലർജി ഉണ്ടായതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ച് പിന്നെ മോള് ആ ഫ്രിഡ്ജൊക്കെ അവിടുന്ന് തന്നെ ഇതാക്കി കൊടുത്തു വിട്ടതാണ് ഇതൊക്കെ. പക്ഷേ ഇതിനകത്ത് ഞാൻ ഓണൊന്നും ആക്കിയിട്ടില്ല. ഒന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല. കാരണം ആരെങ്കിലും ഗസ്റ്റുകൾ വരുവാണെങ്കിൽ അവർക്ക് വെള്ളമോ എന്തെങ്കിലും അത്യാവശ്യം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടുന്ന് തന്നെ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാനുള്ള സജ്ജീകരണമൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഈ ജഗ് കണ്ടോ, ഇത് ഞാൻ വിദേശത്തു നിന്ന് എൻ്റെ ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന ജഗ്ഗാണ്. വർഷം ഇപ്പം എത്രയാണെന്നറിയാം, 10-20 18 വർഷത്തോളം എനിക്ക് തോന്നുന്നു ആയിട്ടുണ്ട്. 18 അല്ല 16 വർഷത്തോളം ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ജഗ്? അവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് വീട്ടിലേക്ക്, അതായത് തണ്ണിത്തോട്ട് വീട്ടിലേക്ക് വേറൊരു കളർ, ഇതിൻ്റെ സിൽവർ കളർ പോലെ ബ്ലാക്കും സിൽവറും നമ്മൾ കണ്ടിട്ടില്ലേ അമ്മ ഇവിടെ? കണ്ടുണ്ട്. അതെ, ഇവിടെ ഈ ഗോൾഡിൻ്റെ കളറും. ഇവിടെ ഇച്ചിരി ഗോൾഡ് ആയിക്കോട്ടെ. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടാകും. ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ വെള്ളം ചൂടാക്കി വെച്ച് കുടിക്കാനൊക്കെ. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ കുറേ മണി പ്ലാന്റും ഇതൊക്കെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവിടുന്ന് ബക്കറ്റിൽ വെള്ളം പിടിച്ച് ചെടിയൊക്കെ ഒഴിക്കാൻ എനിക്ക് പറ്റത്തുകൊണ്ട് ആ മനുഷ്യനോട് പറഞ്ഞ് എനിക്കൊരു ഓസൊക്കെ വാങ്ങി തന്നു. പിന്നെ ഇതൊക്കെ മണി പ്ലാന്റുകൾ നല്ല ഇതായിട്ട് നിൽക്കും. കാരണം ഈ മണി പ്ലാന്റിന് ഇടയ്ക്ക് എന്ത് ചെയ്ത് കൊടുക്കണമെന്ന് അറിയുമോ? ഇങ്ങനെ മണി പ്ലാന്റ് വീട്ടിൽ ഇങ്ങനെ വളർത്തുമ്പോൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം, നമ്മുടെ മുട്ടയുടെ തോട് പൊടിക്കുക. മുട്ടയുടെ തോട് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് ഇടയ്ക്കൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചെടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ വെച്ചിരിക്കുന്ന ചെടിക്കകത്തും ഇട്ട് കൊടുക്കാം, നല്ലതാണ് വെള്ളം ഒഴിക്കുമ്പോൾ. ഇതിനകത്ത് ഈ മണി പ്ലാന്റിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ല അതിനുള്ള വളം കിട്ടും. അതിനാവശ്യമായ എന്തൊക്കെയോ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ റൂമിലാണുണ്ട്, ആ റൂം ഞാൻ കാണിക്കുന്നില്ല. ഇത് ഒരു ബെഡ്റൂം, 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്ന് ഞങ്ങളുടെ ഇവിടെ വന്ന് വിശ്രമിക്കാം, കിടക്കാം, പോകാം. അപ്പം ഇത് അപ്പത്തെ മുകളുണ്ടായത് കൊണ്ടാണ് ഞാൻ ആ റൂം കാണിക്കാത്തത്. ഇത് കണ്ടോ, ഇവിടെ എന്നിട്ട് നമ്മുടെ മുറ്റവും റോഡും കാണാം. അതാണ് ആ വീട്ടിലെ മോളാണ് അവിടെ കിടക്കുന്നത്, ഉറങ്ങുന്നത്. പിന്നെ ഇതേട്ടോ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമും ഇതേ സെയിം തന്നെയാണ് അപ്പുറത്തും. ഇതുപോലെ ബാത്റൂമും ഇതേപോലെ ബെഡും എല്ലാം അറ്റാച്ച്ഡ്. അവിടെ മോള് ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹോം ടൂർ എന്ന് പറയുന്നത്. ഇത്രയ്ക്കേ ഉള്ളൂ. കാരണം ഇത് തന്നെ മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഈ സുഖമില്ലാത്തത് കൊണ്ടൊക്കെ ഭയങ്കര പാടാണ്. അമ്മച്ചിയുടെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഇവിടുത്തെ എല്ലാം കൂടെ ക്ലീനിങ്, അച്ചാറിൻ്റെ പണി എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് ഒരു ദിവസം തികയത്തില്ല ജോലി ചെയ്ത് തീർക്കാൻ. പിന്നെ ഇവിടെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ കയറിയിട്ട് എല്ലാം ക്ലീൻ ചെയ്തു. ഇപ്പം അമ്മ ഉണ്ടായിട്ട് ഞാൻ അമ്മൂനെ ഇടയ്ക്ക് കയറ്റും, അമ്മു വഴിയുന്നു. പിന്നെ മെഷീനൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് പൊടി പിടിക്കാനൊക്കെ എൻ്റെ കുഞ്ഞ് എനിക്ക് അവിടുന്ന് കൊണ്ട് തന്നിട്ടുണ്ട് എൻ്റെ അനുമോള്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇത്. ഇനി അമ്മച്ചിയെ കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യിക്കാം. അമ്മച്ചി അവിടെ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ച് കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടിരിക്കല്ലേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ ഹോം ടൂർ എന്നൊക്കെ പറയുന്നത്.
ഒരുപാട് ഇതൊന്നും ഇല്ല. ഞങ്ങളുടെ ചെറിയൊരു ഇവിടെ എല്ലാം നിറയെ ചെടികളായിരുന്നു. പക്ഷേ എല്ലാം പോയി. ഇനി ഞാൻ വെച്ച് പിടിപ്പിക്കും. ഇനി എനിക്ക് പറ്റുമ്പോഴൊക്കെ വെച്ച് പിടിപ്പിക്കും. കാരണം ഇങ്ങനെ എന്താ പറയുക, ഇതൊക്കെയല്ലോ മനുഷ്യന് ജീവിതത്തിലൊരു സന്തോഷം. പ്രത്യേകിച്ച് ചെടികൾ, ഇങ്ങനെ പിന്നെ കിളികൾ, കാടക്കോഴി, ഇതിൻ്റെയൊക്കെ പുറകെയൊക്കെ നടക്കുമ്പോൾ പ്രത്യേകിച്ചൊരു സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഇനി അമ്മച്ചിയെ കൊണ്ട് നമുക്ക് അമ്മച്ചിയും പപ്പയും കൊണ്ടും വൈകിപ്പിക്കാം. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറയണം. ഹാപ്പി ന്യൂ ഇയർ പറയണമെന്നു. ഹാപ്പി ന്യൂ ഇയർ. അപ്പം എല്ലാ അമ്മച്ചിയെ ഇഷ്ടപ്പെടുന്ന, അമ്മച്ചിയെ സ്നേഹിക്കുന്ന അമ്മയുടെ മക്കൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം അമ്മച്ചിയുടെ ആരോഗ്യത്തിനും ആയുസ്സിനും ഒക്കെ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പം എന്താ പറയുക, ഈ ഡിസംബർ 31 ഇന്ന് തന്നെ ഈ വീഡിയോ ഇടാൻ പറ്റുമെന്ന് നോക്കാം. എന്താ പറയുക, ഡിസംബർ 31. ഇനി അടുത്ത വർഷം ഡിസംബർ 31 ഉള്ളൂ. എല്ലാവരും അടുത്ത വർഷം കാണാം. ലെമൺ. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. അപ്പം ബൈ പറയാൻ പറ്റില്ല, അതാകുമ്പം പെട്ടെന്ന് പറയാലോ.